അപ്പോൾ ഇതിന് വലിയ മസാലകളൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. ഏത് ഒറ്റയ്ക്ക് താമസിക്കുന്ന എല്ലാവർക്കും ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്. വീട്ടിൽ വന്ന് ഒതുങ്ങി കൂടിയോണ്ട് എല്ലാം അങ്ങനെ നിർത്തി വെച്ചേക്കുക. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കാൻ നിൽക്കരുത്. സംസാരം ടി.വിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ വേറൊരു വിഭവം ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള 2-3 സാധനങ്ങളുടെ ആവശ്യമുള്ളൂ. നമ്മുടെ ബീറ്റ്റൂട്ട് തൈരിലുണ്ടാക്കിയ ഒരു അച്ചാർ, അതാണ് ഇന്ന് അടുത്ത വിഭവം. അതിനായിട്ട് നമുക്കിവിടെ വേണ്ടത് 250 ഗ്രാം ബീറ്റ്റൂട്ട്, 2 സവോള, 2 പച്ചമുളക്, ലേശം കറിവേപ്പില, കുറച്ച് മുളക് പൊടി, ഉപ്പ്, 1 പാക്കറ്റ് തൈര്, അര കിലോയുടെ 500 ഗ്രാമിൻ്റെ 1 പാക്കറ്റ് തൈര്. നമുക്ക് സ്റ്റൗ കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ഇത് നമ്മുടെ നോർത്ത് ഇന്ത്യയുടെ ഒരു ഡിഷാണ്. ഇഷ്ടമുള്ളവർക്ക് ഉണ്ടാക്കി നോക്കാം. ബീറ്റ്റൂട്ട് ഒരുപാട് പോഷകഗുണങ്ങളുള്ള സാധനമാണ്. നമുക്ക് ചട്ടി ചൂടായി ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കാം. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചാൽ മതി, ഒത്തിരി എണ്ണയൊന്നും ഒഴിക്കണ്ട. ഉള്ളിയും പച്ചമുളകും നമ്മൾ വഴറ്റിയെടുക്കാൻ പാകത്തിന് കുറച്ച് ഇട്ടാൽ മതി. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് സവോള അരിഞ്ഞു വെച്ചതും പച്ചമുളകും രണ്ടും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഞാൻ ഡൽഹിയിൽ ഒരു 10-22 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഒറ്റയ്ക്കൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ഫ്രണ്ട്സ് ഒരുമിച്ചൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഇതാണ്. അച്ചാർ പോലെ ഒന്ന് പെട്ടെന്ന് നമുക്ക് ഓഫീസിൽ കൊണ്ടുപോകാനും ഒക്കെ വേണ്ടി ഉണ്ടാക്കാൻ പഠിച്ചതിനെ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് പഠിപ്പിച്ചതാണ്. അപ്പോൾ ഇതിന് വലിയ മസാലകളൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. ഏത് ഒറ്റയ്ക്ക് താമസിക്കുന്ന എല്ലാവർക്കും ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്. ഈ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരുപാട് ഡിഷ് അറിയാം. പക്ഷെ ഇപ്പോൾ എല്ലാം വീട്ടിൽ വന്ന് ഒതുങ്ങി കൂടിയോണ്ട് എല്ലാം അങ്ങനെ നിർത്തി വെച്ചേക്കുക. ഉള്ളിയും പച്ചമുളകും നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അത്യാവശ്യം നമുക്ക് എരിവിന് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവ് അധികം ഇഷ്ടമുള്ളവർക്ക് അതുപോലെ ഇടാം. ഇഷ്ടമല്ലാത്തവർക്ക് മുളക് പൊടി ഒരു 1/2 സ്പൂൺ ഇട്ടാലും മതി. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് കറിവേപ്പില എടുത്ത് വെച്ചേക്കുന്ന അതും ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്കൊരു കുറച്ച് ബീറ്റ്റൂട്ട് ഒന്ന് വേകാൻ വേണ്ടിയിട്ട് അതിലേക്കൊരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ബീറ്റ്റൂട്ട് ഏകദേശം ഒന്ന് വാടിയിട്ടുണ്ട്. ഒരു വേവാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് മതി. അതിനുശേഷം ഇത് നമുക്ക് കുറച്ച് വേവാൻ വേണ്ടി വെക്കാം. വെള്ളം നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. അത് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം അത് മൂടി വെച്ച് നമുക്ക് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. 5 മിനിറ്റായി. ഇത് വെന്തോന്ന് നോക്കാം. ഏകദേശം വെന്തിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെയും കൂടെ പേസ്റ്റും തൈരും ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി. അതിനുശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ആക്കണം. ഇനി നമുക്കിതിലേക്ക്
തൈര് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള തൈര് ഒഴിച്ചു കൊടുക്കാം. കഴിഞ്ഞിട്ട് നന്നായി മിക്സാക്കും. ഇത് നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട്. അടിപൊളി. തൈര് ഒഴിച്ച് കഴിഞ്ഞ് നന്നായിട്ട് ചൂടാക്കുമ്പോൾ സ്റ്റൗ ഓഫാക്കാം. ഇപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് തൈര് അച്ചാർ റെഡി. ഇപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കിയ വിഭവം വളരെ പെട്ടെന്ന് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ്. അധികം മസാലകളൊന്നും വേണ്ട. കുറച്ച് മസാലയും കുറച്ച് സാധനങ്ങളും മതി. ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നിടത്തും കോളേജിൽ പോകുന്ന പിള്ളേരൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്നിടത്തൊക്കെ അവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് കണ്ടിട്ട് അത് ട്രൈ ചെയ്ത് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുമെന്ന് വിശ്വസിക്കുന്നു.